ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഒന്ന് രണ്ട് ആളുകൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പങ്കുവയ്ക്കാനാണ് ഇന്ന് ശ്രമിക്കുന്നത്. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ ഈ ദിവസങ്ങൾ ഓണാഘോഷത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്നോട് ചോദിച്ച ആളുകളുടെ ചോദ്യവും ഇതുതന്നെയാണ്: ക്രിസ്ത്യാനിക്ക് ഓണം ആഘോഷിക്കാമോ? ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമോ? ഓണം അതൊരു ഉത്സവമാണോ? അതൊരു കെണിയാണോ? അത് ഒരു പാപമായി തീരുമോ? ഇങ്ങനെയുള്ള കുറേയധികം സംശയങ്ങൾ ചോദ്യങ്ങളായിട്ട് എൻ്റെ നേരെ വന്നപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സമയത്തായിരിക്കാം. ദൈവം നമുക്ക് കൃത്യമായൊരു ഉത്തരം വ്യക്തമായ ഭാഷയിൽ പറഞ്ഞു തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, ഓണം ആഘോഷിക്കണമെന്ന് പലരും പറയുന്നുണ്ട്. കാരണം അത് സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉത്സവമാണ് എന്ന് പറയുന്നു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറയുന്നു ഓണം ആഘോഷിക്കരുത്, അത് പ്രശ്നമാണ് എന്ന് പറയുന്നു. ബൈബിൾ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ബൈബിളിൽ നോക്കിയപ്പോൾ ഓണം ആഘോഷിക്കണം എന്നെവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം തന്നെ ഓണം ആഘോഷിക്കരുത് എന്നും എവിടെയും ബൈബിളിൽ പറഞ്ഞതായിട്ട് കാണുന്നില്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക? ദൈവത്തോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ചില വചനങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നു. അതിൽ ഒരു വചനം ഇതാണ്: വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിലെ 16-ാം അധ്യായം 22-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: ഞാൻ വീണ്ടും നിങ്ങളെ കാണും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ഒരിക്കലും ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. അതേ പ്രിയമുള്ളവരെ, ചില സന്തോഷങ്ങൾ കിട്ടുവാനാണ് ഓണം പോലെയുള്ള ആഘോഷങ്ങളിൽ, മറ്റ് പെരുന്നാളുകളിൽ, വിശുദ്ധരോടുള്ള വണക്കത്തിൻ്റെ ഭാഗമായിട്ട് നടത്തപ്പെടുന്ന പെരുന്നാളുകളിൽ, വിഷു, ഓണം പോലെയുള്ള ഉത്സവങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നത്. എന്നാൽ ഈശോ ചൂണ്ടിക്കാണിക്കുന്നു: ഞാൻ വീണ്ടും വരും, അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. ആ സന്തോഷം ആർക്കും ഒരിക്കലും നിങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ സാധിക്കുകയില്ല. യേശു എന്നെ കാണാൻ വരുമ്പോൾ, യേശു എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാകുമെന്നും ആ സന്തോഷം ആർക്കും എടുത്തു കളയാൻ സാധിക്കാത്ത വിധത്തിൽ ശാശ്വതമായി നിലനിൽക്കുമെന്നും യേശുവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്താ അർത്ഥം? യേശുവിനെ കാണുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, യേശുവിനെ സ്വീകരിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അത് സ്ഥിരമാണ്. ആ സന്തോഷത്തെക്കാൾ വലുതല്ല മറ്റു ഒരു സന്തോഷവും. ഏതെങ്കിലും ഒരു ഉത്സവത്തിൽ പങ്കെടുത്താൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് ശാശ്വതമല്ല. എന്നാൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കാണുകയും യേശുവിനെ സ്വീകരിക്കുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന സന്തോഷം അത് സ്ഥിരമാണ്, ശാശ്വതമാണ്. അപ്പോൾ സന്തോഷം ലഭിക്കാൻ വേണ്ടി നമ്മൾ ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാകുന്നു. രണ്ടാമതൊരു കാര്യം, യേശു നമുക്ക് കാണിച്ചു തരുന്ന വചനം 1 കൊരിന്തോസ് 10-ാം അധ്യായം 31-ാം തിരുവചനം. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യുമ്പോഴും മറ്റ് ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ, ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ എന്ന് പറയുന്നു. ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കുമോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും നമുക്കറിയാവുന്നതുപോലെ ഓണമെന്ന ഉത്സവം, ഓണമെന്ന
കേരളീയോത്സവം, കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന വിശേഷണ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ആഘോഷം, അത് സംഭവിക്കാനുള്ള ഐതിഹ്യം അല്ലെങ്കിൽ കഥ എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ? മാവേലിയുടെ ഒരു തിരിച്ചുവരവാണ് ഈ ഓണത്തെ ആസ്പദമാക്കിയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ കഥ. നമുക്കെല്ലാവർക്കും അതറിയാം. കഥയോ കെട്ടുകഥയോ ഐതിഹ്യമോ എന്തോ ആയിക്കൊള്ളട്ടെ, ഓണം എന്ന് പറയുമ്പോൾ മാവേലിയാണ് താരം. മാവേലിയെ സ്വീകരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എനിക്ക് സാധിക്കുമോ? അതാണ് ഞാൻ പരിശോധിക്കേണ്ടത്. സങ്കീർത്തനം 57 അധ്യായം 2 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം അത്യുന്നതനാണ്. അവൻ ഉന്നതങ്ങളിൽ വസിക്കുന്നു. അവൻ ഉന്നതത്തിൽ നിന്ന് എന്നെ കാണാൻ വരുന്നു. മാവേലിയോ ഭൂമിക്കടിയിലെ പാതാളത്തിൽ നിന്ന്. കഥയാണെങ്കിൽ പോലും, ഐതിഹ്യമാണെങ്കിൽ പോലും, മാവേലി വരുന്നത് ഭൂമിക്കടിയിൽ നിന്ന്, പാതാളത്തിൽ നിന്ന്, എൻ്റെ കാൽ ചുവട്ടിൽ നിന്ന്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ ഞാൻ കാത്തിരിക്കുന്നത് ഉന്നതത്തിൽ നിന്ന്. എന്നാൽ മാവേലി വരുന്നത് എൻ്റെ കാൽ ചുവട്ടിൽ നിന്ന്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ ഓപ്പോസിറ്റ് പ്രവർത്തനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഉന്നതത്തിൽ നിന്ന് വരുന്ന ദൈവത്തെ ഞാൻ കാത്തിരിക്കണോ, പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മാവേലിയെ കാത്തിരിക്കണോ? ഇതിലേതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവം വരുന്നത് ഉന്നതത്തിൽ നിന്ന്. കെട്ടുകഥയാണെങ്കിൽ പോലും മാവേലി കയറി വരുന്നത് ഭൂമിക്കടിയിലെ പാതാളത്തിൽ നിന്ന്, എൻ്റെ കാൽ ചുവട്ടിൽ നിന്ന്. താഴെ നിന്ന് വരുന്നവനെയാണോ ഞാൻ കാത്തിരിക്കേണ്ടത്? ഏതാണ് ഉചിതം? നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സ്നേഹമുള്ളവരെ, 1 കൊരിന്തോസ് 10:20 പറയുന്നു: വിജാതിയർ ബലി അർപ്പിക്കുന്നത് പിശാചനാണ്. അത്തരത്തിലുള്ള ഒരു ആഘോഷങ്ങളിൽ ഞാൻ പങ്കെടുക്കണോ? നിങ്ങൾ തീരുമാനിക്കുക. 2 കൊരിന്തോസ് 6 അധ്യായം 14-15 വാക്യങ്ങളിൽ പറയുന്നു: ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്താണ് യോജിപ്പ്? വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എന്ത് പൊരുത്തം? വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എന്ത് പൊരുത്തം? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പ്? ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടതല്ലേ? ഞാൻ ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും മറ്റെന്തെങ്കിലും ചെയ്യുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ് എങ്കിൽ ക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ബലി, മഹാബലിയുമായി എനിക്കെന്ത് ബന്ധം? ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടാണ് ഈ സദ്യ എങ്കിൽ വിശ്വാസിയും അവിശ്വാസിയും തമ്മിൽ എന്ത് ബന്ധം? 2 കാര്യങ്ങൾ പരിശോധിക്കുന്നു. ഒന്നുകിൽ എനിക്ക് സന്തോഷം, 2 ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഞാൻ കളിക്കുന്ന ഓണക്കളികളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഞാൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഞാൻ കൂട്ടുകൂടുന്ന ആ കൂട്ടായ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? ഓണം എന്നതിൻ്റെ പേരിൽ എൻ്റെ കൂട്ടായ്മയോ, ഞാൻ കഴിക്കുന്ന ഭക്ഷണമോ, ഞാൻ കുടിക്കുന്ന പാനീയങ്ങളോ, ഞാൻ കളിക്കുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ആ വിനോദങ്ങളോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണോ? ദൈവത്തെ മഹത്വപ്പെടുത്തുന്നല്ല എങ്കിൽ ഞാൻ അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കരുത്. ഇതന്നെയല്ലേ വചനം നമ്മെ പഠിപ്പിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ കത്തോലിക്കന് മനസ്സിലാകാത്തത്, ക്രൈസ്തവ വിശ്വാസികൾക്ക് മനസ്സിലാകാത്തത് ഒരു ഹൈന്ദവ സഹോദരന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ പേര് ബിബിൻ എന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ പരിചയപ്പെടാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അദ്ദേഹം ഇന്ന് ജീവിക്കുന്നത് വാടക വീട്ടിലാണ്. ഭാര്യയും 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. 1 മാസത്തെ വാടക പോലും കൊടുക്കുവാൻ സാധിക്കാതെ സാമ്പത്തികമായിട്ട് ഞെരുക്കപ്പെടുന്ന ഈ സഹോദരന്
അത്യാവശ്യം നല്ല രോഗങ്ങളുണ്ട്, ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുണ്ട്, മറ്റ് പല പ്രശ്നമാരക രോഗങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചെറു പുഞ്ചിരിയുണ്ട്. ഒരു നിരാശയും ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, ഞാൻ യേശുവിനെ കണ്ടെത്തി എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഹൈന്ദവ മതവിശ്വാസിയായിരുന്ന ബിബിൻ ദൈവകൃപയാൽ യേശുവിനെ കണ്ടെത്തി. യേശു അദ്ദേഹത്തിന് ഉള്ളിലേക്ക് വന്നപ്പോൾ യോഹന്നാൻ 16:22 പറഞ്ഞ കാര്യം സംഭവിച്ചു. യേശു വരുമ്പോൾ ആ മനുഷ്യന്റെ ഹൃദയം സന്തോഷിച്ചു. ആ സന്തോഷം ഒരിക്കലും ഒരാൾക്കും എടുത്തു കളയാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം 2 കോടിയിലധികം വില വരുന്ന ഒരു വീടിൻ്റെ ഏക അവകാശിയാണ്. എന്നാൽ ക്രിസ്തുമതം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ആ വീട് ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ 2 കോടി രൂപയെക്കാളും വലുത് എനിക്കെൻ്റെ യേശുവാണ് എന്ന് പറഞ്ഞിട്ട് വാടക വീട്ടിലേക്ക് താമസം മാറി. യേശുവിനെ ഉപേക്ഷിച്ചാൽ 2 കോടിയിൽ അധികം വില വരുന്ന വീട് കയ്യിൽ ആകും എന്നിരിക്കെ യേശുവിനെ ഓർത്ത് 2 കോടി നിസ്സാരമായി തള്ളിക്കളഞ്ഞ ആ മനുഷ്യന്റെ മുഖത്ത് ഒരു നിരാശയില്ല. എന്തെല്ലാം അസുഖങ്ങളുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇന്നും അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. യേശു പറഞ്ഞ വചനം അന്വർത്ഥമാകുന്നു. യേശു വന്നു കഴിയുമ്പോൾ നീ സന്തോഷിക്കും. ആ സന്തോഷം ഒരിക്കലും ആർക്കും നിന്നിൽ നിന്ന് എടുത്തു കളയാൻ പറ്റില്ല. ഓണത്തിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കിട്ടാത്ത സന്തോഷം യേശു വരുമ്പോൾ കിട്ടുന്നു. ഇദ്ദേഹത്തിൻ്റെ മക്കളെ ഈ ഓണത്തിൻ്റെ ആഘോഷം നടക്കുന്ന ദിവസങ്ങളിൽ സ്കൂളിൽ പറഞ്ഞയക്കാറില്ല. കാരണം അത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത് യേശുവിൻ്റെ വചനത്തെ ലംഘിക്കുന്നതിന് തുല്യമാണെന്ന് ക്രിസ്ത്യാനിക്ക് മനസ്സിലായിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായി. രണ്ട് കൊരിന്തോസ് 6:15 ചോദിച്ചല്ലേ, ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് ബന്ധം? സ്നേഹമുള്ളവരെ, ക്രിസ്ത്യാനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഒരു ഹൈന്ദവ മതത്തിൽപ്പെട്ട സഹോദരന് മനസ്സിലായെങ്കിൽ ദൈവം എത്ര കരുണയാണ് ആ സഹോദരനോട് കാണിച്ചത്. ഇനി നിങ്ങൾ തീരുമാനിക്കുക, യേശുവിനെ വേണോ അതോ ലോകസുഖങ്ങൾ വേണോ? ഓണാഘോഷം നടത്തിയിട്ട് കിട്ടുന്ന സന്തോഷത്തെക്കാൾ വലിയ സന്തോഷം യേശുവിനെ സ്വീകരിക്കുമ്പോൾ നിനക്ക് ലഭിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താനാകാത്ത ഒരു കൂട്ടായ്മയിലും ഒരു ഭക്ഷണ പദാർത്ഥങ്ങളിലും ഒരു ആഘോഷങ്ങളിലും നീ പങ്കുചേരരുത് എന്ന് കർത്താവിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. 2 കൊരിന്തോസ് 6:14 പറയുന്നു, അവിശ്വാസിയുമായി നീ കൂട്ടിച്ചേരരുത്. ഇനി നമുക്ക് തീരുമാനിക്കാം, ഓണാഘോഷിക്കണോ ഓണം ആഘോഷിക്കാതിരിക്കണോ? ഓണാഘോഷത്തിൽ പങ്കെടുക്കണോ ഓണാഘോഷത്തിൽ പങ്കെടുക്കാതിരിക്കണോ? അത്യുന്നതനായ ദൈവത്തെ ഞാൻ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ. അതാണ് യഥാർത്ഥ വിശ്വാസി. ആ വിശ്വാസി താഴെ നിന്ന് വരുന്ന കെട്ടുകഥയിലെ കഥാപാത്രത്തെ കാത്തിരിക്കണോ? തീരുമാനം നിങ്ങൾ ഓരോരുത്തരുടെയുമാണ്. ഉചിതമായ തീരുമാനം കൈക്കൊള്ളാൻ ദൈവം ഓരോ വിശ്വാസിയെയും യഥാർത്ഥ വിശ്വാസിയെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു. നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നേക്കും സ്തുതി. ആമേൻ.